ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇത് അമേരിക്കയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് നമ്മൾ അംഗീകരിച്ച് കൈയടിച്ചു കൊടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്നാൽ ഇവിടെ ഒരാൾ ഇതിനെ അംഗീകരിച്ച് കൈയടിച്ച് കഴിഞ്ഞു. കാരണം അമേരിക്ക ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരുന്ന ഒരു ധനസഹായം ഇതാ നിർത്തലാക്കിയിരിക്കുന്നു. വാഷിങ്ടണിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. ഇത് നിർത്തലാക്കിയാൽ ഒരു ഇന്ത്യക്കാരന് സത്യമായും സങ്കടം വരും, ഇല്ലെങ്കിൽ അതിനോട് പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ അതിനെ അംഗീകരിച്ചു, അത് ശരിയാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഒരാൾ അംഗീകാരം കൊടുത്തിരിക്കുന്നു. ഇന്ത്യക്ക് മാത്രമല്ല, പല രാജ്യങ്ങൾക്കും ദശലക്ഷക്കണക്കിന് ഡോളറിൻ്റെ ധനസഹായം റദ്ദാക്കിക്കൊണ്ടാണ് അമേരിക്കയുടെ പുതിയ നീക്കം. ഇന്ത്യയുടെ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 21 മില്യൺ ഡോളർ, അതായത് 182 കോടിയോളം രൂപയുടെ ധനസഹായം അമേരിക്ക നൽകിയിരുന്നു. ആ ധനസഹായം റദ്ദാക്കി കഴിഞ്ഞു. ഇലോൺ മസ്ക് എന്ന കാര്യക്ഷമതാ വകുപ്പ് മേധാവി തന്നെയാണ് ഇത് പ്രഖ്യാപിച്ചത്. ഇനി നമുക്ക് ചോദിക്കാം, ഇന്ത്യയുടെ വോട്ടർമാരുടെ പങ്കാളിത്തം കൂട്ടുന്നതിന് അമേരിക്കയ്ക്ക് എന്ത് കാര്യം എന്ന് നമുക്ക് ചോദിക്കാം. അമേരിക്കയ്ക്ക് എന്ത് കാര്യം എന്നുള്ളതിൽ നമുക്ക് ഇടപെടേണ്ടതില്ല, അത് അമേരിക്കയുടെ ഡിസ്ക്രിഷൻ തന്നെയാണ്. പക്ഷേ ഇത് വെട്ടിക്കുറച്ചപ്പോൾ നമ്മൾ അതിനെ കൂടി കൈയടിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. US പറയുന്നത് നികുതിദായകരുടെ പണം നമ്മുടെ രാജ്യത്തെ വിവിധ ഇനങ്ങൾക്കായല്ലേ കൂടുതൽ ചെലവിടാൻ ഉള്ളത്, അവയെല്ലാം റദ്ദാക്കുകയാണെന്ന് വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ നമുക്ക് നൽകുന്ന നികുതി പണം എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിലെ വോട്ടർമാരുടെ വിഹിതം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിലുള്ള DOGE എന്ന വകുപ്പ് ചോദിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ മേഖല ശക്തിപ്പെടുത്താൻ ആയി 29 മില്യൺ ഡോളറിൻ്റെ പദ്ധതിയും അമേരിക്ക റദ്ദാക്കി. ഇതുമാത്രമല്ല, മൊസാംബിക്കിനുള്ള 10 മില്യൺ ഡോളറിൻ്റെ ധനസഹായവും നേപ്പാളിലെ സാമ്പത്തിക ഫെഡറലിസത്തിന് ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും വേണ്ടിയുള്ള 39 മില്യൺ ഡോളറിൻ്റെ ധനസഹായവും റദ്ദാക്കിയതിൽ ഉൾപ്പെടുന്നു. ഇനിയും കേൾക്കുക, ലൈബീരിയയ്ക്കുള്ള 1.5 മില്യൺ ഡോളറും മാലിയിൽ സാമൂഹിക ഐക്യം വർദ്ധിപ്പിക്കാനുള്ള 14 മില്യൺ ഡോളറും ദക്ഷിണാഫ്രിക്കയ്ക്കുള്ള 2.5 മില്യൺ ഡോളറും ഏഷ്യയിലെ പഠന ഫലങ്ങൾ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള 47 മില്യൺ ഡോളറും ഇലോൺ മസ്കിൻ്റെ വകുപ്പ് റദ്ദാക്കി കഴിഞ്ഞു. അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഇതുവരെയും ഇങ്ങനെയുള്ള സഹായങ്ങൾ നമുക്ക് അമേരിക്ക നൽകിയിരുന്നു എന്നുള്ളതാണ്. ഇത് തന്നെ പലപ്പോഴും നമ്മളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ലാത്തതാണ്, ഇങ്ങനെ ഒരു സഹായം കിട്ടുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു പുറം രാജ്യം നമ്മുടെ രാജ്യത്തിലെ ചില കാര്യങ്ങൾ ഉതകുന്ന വിധത്തിൽ, കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരുടെ ഡോളർ നമുക്ക് നൽകുകയായിരുന്നു. ഇന്ത്യയിലെ ഇലക്ഷൻ സമയത്ത് വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ ധനസഹായം നമുക്ക് ഇതുവരെയും ലഭിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ ഇപ്പോൾ അറിയുന്നു. ഇത് റദ്ദാക്കിയപ്പോഴാണ് നമ്മളിത് അറിയുന്നത്. ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് PM അമേരിക്ക സന്ദർശിച്ചത്. മസ്കുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അവിടെയൊക്കെ വന്ന വിഷയം ഇതൊന്നുമായിരുന്നില്ല. നവീകരണം, ബഹിരാകാശ പര്യവേക്ഷണം, സുസ്ഥിര വികസനം, കൃത്രിമ ബുദ്ധി, ഇതൊക്കെ തന്നെ ആയിരുന്നു ഡിസ്കഷനിലെ പ്രധാനപ്പെട്ട അജണ്ടകൾ. ഈ അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പര സഹകരണത്തിനെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നുള്ളതാണ്. ചർച്ച ചെയ്തു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും കരാർ ഒപ്പിട്ടതായി വാർത്താമാധ്യമങ്ങൾ പറയുകയും ചെയ്തില്ല. ഇനി നമുക്ക് ഈ സ്റ്റോറിയുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയയിലേക്ക് വരാം. ഈ 21 മില്യൺ ഡോളറിൻ്റെ ധനസഹായം റദ്ദാക്കിയതിനെ അനുകൂലിച്ചത് BJP IT സെൽ മേധാവി അമിത് മാളവ്യ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ്
പാർട്ട് എന്ന് പറയുന്നത്. വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ $21 മില്യൺ. ഇത് തീർച്ചയായും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള ബാഹ്യ ഇടപെടലാണെന്നും ഇതിൽ ആർക്കാണ് നേട്ടം, അത് ഭരണകക്ഷിക്കല്ല എന്നും അമിത് മാളവ്യ എക്സിൽ പോസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ബാഹ്യ ഇടപെടലുകൾ ഇതുവരെ നടത്തിയിരുന്നതെല്ലാം ശരി, ഇപ്പോൾ ആ തുക തരാതെ റദ്ദ് ചെയ്തപ്പോൾ മാത്രമാണ് ബാഹ്യ ഇടപെടൽ വേണ്ട എന്ന ഒരു വിവേചന ബുദ്ധി നമുക്കുണ്ടായത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും അമേരിക്കയുടെ പുറപ്പാട് ഇന്ത്യക്ക് അനുകൂലമാണോ എന്ന ചോദ്യത്തിന് അടുത്ത ദിവസങ്ങളിലെ ചില വാർത്തകൾ നോ എന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അമേരിക്ക അവരുടെ സേഫ് ഗാർഡറിലേക്ക് ഒതുങ്ങുകയാണ് എന്ന് വേണമെങ്കിൽ കരുതാം. അവർ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്ക് ചെയ്യുന്ന ധനസഹായങ്ങൾ ലിമിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വാർത്തകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ ചാനൽ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷ. നന്ദി.